സൂറത്തുൻ നസ്ർ പാരായണമാണ് നമുക്ക് പരിശീലിക്കുവാനുള്ളത്. ആദ്യമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ സൂചിപ്പിക്കാം, ശേഷം പാരായണം ചെയ്യാം. എൻ്റെ കൂടെ നിങ്ങളും പാരായണം ചെയ്യുക. ഇദാ ജാഅ, ഈ വചനത്തിലെ ജാഅ എന്ന പദത്തിൽ മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘം നൽകൽ നിർബന്ധമാണ്. ദീർഘാക്ഷരമായ അലിഫ്, വാവ്, യ ഇവ ഒരു പദത്തിൽ വരികയും അതിൻ്റെ തൊട്ടടുത്തായി തന്നെ അതേ പദത്തിൽ ശേഷം ഹംസ വരികയും ചെയ്താൽ അവിടെ ഉണ്ടായിത്തീരുന്ന ദീർഘത്തിനാണ് അൽ മദ്ദുൽ മുത്തസിൽ എന്ന് പറയുക. ചേർന്നു വന്നത് എന്നാണ് മുത്തസിൽ എന്ന പദത്തിൻ്റെ അർത്ഥം. ഒരേ പദത്തിലായി ദീർഘാക്ഷരവും ഹംസയും ചേർന്നു വരുന്നതാണ് ഈ നാമം നൽകാൻ കാരണം. ഇത് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ജാഅ നസ്റുല്ലാഹി, ഈ പദത്തിൽ സ്വാദ്, റാ, അല്ലാഹ് എന്ന ലഫ്ളുൽ ജലാലയിലെ ലാം ഇവയെല്ലാം തഫ്ഖീം ചെയ്ത് പെരുപ്പിച്ചുച്ചരിക്കേണ്ടതാണ്. നസ്റുല്ലാഹി. വൽ ഫത്ഹ്, ഫത്ഹ്, താ, ഹ ഇവ രണ്ടും സുക്കൂൻ നൽകി വഖഫ് ചെയ്യുകയാണ്. സുക്കൂൻ നൽകപ്പെട്ട അക്ഷരങ്ങളാണ്. വൽ ഫത്ഹ് വറഅയ്തന്നാസ്, ഇതിൽ നൂൻ മുഷദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യദ്ഖുലൂന, ദാലിൻ്റെ സുക്കൂൻ ഖൽഖലഹ് നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. യദ്ഖുലൂന, ഖാഇന് തഫ്ഖീം നൽകി പെരുപ്പിച്ചുച്ചരിക്കണം. ഫീ ദീനില്ലാഹി അഫ്വാജ, അഫ്വാജ. ഫ, വാവ് ഇവ രണ്ടും ഷഫവിയായ ഹർഫുകളാണ്. കൃത്യമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് തന്നെ ഉച്ചരിക്കണം. ഫ താഴെ ചുണ്ടും മേലെ പല്ലും, എന്നാൽ വാവ് 2 ചുണ്ടുകൾ ചേർത്തുകൊണ്ട് ഉച്ചരിക്കേണ്ടതാണ്. വാവ് ഉച്ചരിക്കുമ്പോൾ ചുണ്ടുകൾ വൃത്താകൃതിയിലാകുന്നു എന്നത് ശ്രദ്ധേയമാണ്. അഫ്വാജ. ഫസബ്ബിഹ് ബിഹംദി റബ്ബിക വസ്തഗ്ഫിർഹു, ഇതിൽ ബിഹംദി എന്ന പദത്തിലെ സാക്കിന മീം അല്പം പോലും മണിക്കാതെ ഇൽഹാർ ഷഫവി നൽകി വെളിവാക്കണം. വസ്തഗ്ഫിർഹു, അപ്രകാരം റബ്ബിക എന്ന പദത്തിലെ റാഇന് തഫ്ഖീം നൽകി പെരുപ്പിക്കണം. സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. അതേപോലെ വസ്തഗ്ഫിർഹു എന്നതിലെ ഗൈനിനും തഫ്ഖീം നൽകി പെരുപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കണം. എന്നാൽ വസ്തഗ്ഫിർ എന്ന റാഇന് സാക്കിനായ റാ അതിന് തൊട്ടു മുമ്പിൽ സ്ഥിരപ്പെട്ട കസർ വന്നിരിക്കുന്നു എന്ന കാരണത്താൽ തർക്കീഖ് നൽകി നേർപ്പിച്ച് ഉച്ചരിക്കേണ്ടതാണ്. വസ്തഗ്ഫിർ. ഹായിൽ വഖഫ് ചെയ്യുമ്പോൾ വസ്തഗ്ഫിർ, ഹായിന് സുക്കൂൻ വരുന്നതാണ്. വഖഫ് ചെയ്യാതെ ചേർത്തോതുകയാണെങ്കിൽ വസ്തഗ്ഫിർഹു ഇന്നഹു കാന തവ്വാബ. ഇന്നഹു എന്ന പദത്തിൽ നൂൻ മുഷദ്ദദ, ശബ്ദ നൽകപ്പെട്ട നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. പാരായണം ചെയ്യാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇദാ ജാഅ നസ്റുല്ലാഹി വൽ ഫത്ഹ്. ورأيت الناس يدخلون في دين الله أفواجا.
فسبح بحمد ربك واستغفره إنه كان توابا. سورة النصر.